കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമ പറയുന്നുണ്ട് അവൾ യക്ഷിയാണ്, ചോര ഊറ്റി കുടിക്കുന്ന യക്ഷി, സ്നേഹിക്കുന്നവരുടെ ചോര അവൾ കുടിക്കുക തന്നെ ചെയ്യും. സ്വന്തം ഭർത്താവിനെ കൊല്ലാനെങ്കിൽ പിന്നെ അച്ഛനല്ലേ, അച്ഛനൊന്ന് ജന്മം തന്ന അച്ഛനല്ലേ, അച്ഛനൊന്ന് സൂക്ഷിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ആകെ വിഷമിച്ചാണ് അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം കാണിക്കുന്നത് കളക്ടറേറ്റിൽ ശാലിനിയെ കാണാനായിട്ട് അവിടെ രേഷ്മ എത്തുന്നുണ്ട്. അന്നേരം രേഷ്മ എന്താ ചോദിക്കുന്നുണ്ട്. അന്നേരം ആദ്യമേ ശാലിനിയോട് സോറി പറയാനാണ്. ആരോടും പറയരുത് എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ എനിക്ക് ഒരാളോട് പറയേണ്ടി വന്ന സാഹചര്യം കൊണ്ടാണ്, കമലിനോട് പറയേണ്ടി വന്നു. കമലിന് എന്നെ കാണാൻ വന്നിരുന്നു, വിഷ്ണുവിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന് നിർബന്ധം പിടിച്ചു എന്ന് പറയുകയാണ്. അതുകൊണ്ട് പറയേണ്ടി വന്നു. അന്നേരം ഒരു തരത്തിൽ നല്ലത് തന്നെയാണ്, സത്യം അറിയുന്ന ഒരാളെങ്കിലും ഇരിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇപ്പോൾ എന്തിനാ ഇങ്ങനെ സ്വയം ഏറ്റുന്നത്, സത്യാമ്മയുടെ തെറ്റിദ്ധാരണ മാറ്റേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം സത്യാമ്മ ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, എന്ത് പറഞ്ഞാലും ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല, ഞാൻ ചിലപ്പോൾ പറഞ്ഞുണ്ടാക്കുന്ന കഥയാണെന്നൊക്കെ ഇരിക്കുമെന്ന് പറയുകയാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്, എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റുവാങ്ങിയിട്ട് സ്വയം നേറുന്ന ശിക്ഷ തനി അനുഭവിക്കുന്നവളായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അതിന് ശേഷം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവനാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അവിടെ കളക്ടറേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ശിവൻ വിളിക്കുന്നത്. ആ ശിവ എന്നിങ്ങനെ ശാലിനി ഫോൺ എടുക്കുമ്പോൾ രേഷ്മ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പുറത്ത് നിൽപ്പുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട് ശിവനാണ് വിളിച്ചത്, കുട്ടികൾ ക്യാൻറ്റീനിലുണ്ട്, അവരെയും കൂട്ടി വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് രേഷ്മ എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ് എന്തായാലും ഇതിങ്ങനെ വെച്ച് നീട്ടണ്ട, സത്യാമ്മയുടെ എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യമാക്കണമെന്ന് പറഞ്ഞിട്ട് രേഷ്മ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരമാണെങ്കിൽ രേഷ്മ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ശിവൻ നിൽക്കുന്ന കാണുന്നുണ്ട്. രേഷ്മ ഒരു പരിചയക്കാരോട് സംസാരിക്കുമ്പോൾ കാണുന്നുണ്ട് ശിവനെ കണ്ട് കുട്ടികളിങ്ങനെ ഓടി ചെല്ലുന്ന, ശിവൻ കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുത്തയെ കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് ശാലിനി ഇറങ്ങി ചെല്ലുന്നുണ്ട്. അന്നേരം പോവാം എന്നിങ്ങനെ പറയുമ്പോൾ അവർ വണ്ടിയിലേക്ക് കയറുകയാണ്. അന്നേരം രേഷ്മ വിചാരിക്കുന്നുണ്ട് ചേരേണ്ടത് ചേരുക തന്നെ ചെയ്യും, എത്ര അകറ്റി നിർത്തിയാലും അത് അവസാനം എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ വിഷ്ണുവിൻ്റെ ഹാർട്ടാണ് ശിവന് വെച്ചിരിക്കുന്നതെന്ന് ശാലിനിയോട് പറഞ്ഞാലോ എന്നിങ്ങനെ ഒരു നിമിഷം രേഷ്മ ചിന്തിച്ചിട്ട് മുന്നോട്ടായിരുന്നുണ്ട് പറയാൻ. പക്ഷേ എന്നിട്ട് വേണ്ട, അത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് കരുതി രേഷ്മ അവിടെ പറയുന്നില്ല. അവരാണെങ്കിൽ വണ്ടി ഫ്രണ്ട് സീറ്റിൽ ശാലിനി കയറുന്നുണ്ട്. അന്നേരം ശിവൻ പോവാ എന്നിങ്ങനെ പറയുമ്പോൾ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ഇതേസമയം ഗോപാലകൃഷ്ണനാണെങ്കിൽ അവിടെ ശാരികയുടെ അടുത്ത് എത്തുന്നുണ്ട്. ശാരിക നല്ല മയക്കത്തിലാണ്. അടുത്ത് ഗോപാലകൃഷ്ണൻ വിഷമിച്ചിരിക്കുകയാണ്. ഇനി ശാരിക ഉണരുമ്പോൾ കുഞ്ഞിനെ ചോദിക്കും ഞാൻ എന്ത് പറയും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ശാരിക ഉണരുന്നുണ്ട്. അന്നേരം അച്ഛൻ എപ്പോൾ എഴുന്നു ചോദിക്കുകയാണ്. അന്നേരം കൈയൊക്കെ പിടിക്കുന്നുണ്ട്. അന്നേരം കുറച്ച് നേരമായി മോള് നരട്ടെ എന്ന് കരുതി ഇരുന്നു എന്ന് പറയുകയാണ്. അന്നേരം അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഈ പാപിയായ മോള് കാരണമല്ല അച്ഛൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്, കാല് പിടിച്ച് മാപ്പ് ചോദിക്കണമെന്നുണ്ട്, ക്ഷമിക്കണമെന്നൊക്കെ പറയുക. അന്നേരം മോള് വിഷമിക്കുകയൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അതിനേക്കാൾ വിഷമത്തിലാണ് ഞാൻ മോളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന്, അതായത് കുഞ്ഞിൻ്റെ കാര്യം ഉദ്ദേശിച്ചാണ് ഗോപാലകൃഷ്ണൻ അങ്ങനെ പറയുന്നത്. അന്നേരം ശാരിക പറയുന്നുണ്ട് അച്ഛനില്ലാത്തപ്പോൾ ശാലിനിയാണ് എല്ലാ കാര്യങ്ങളും വന്ന് നോക്കുന്നത്, അത്രയും തിരക്കുണ്ടായിട്ടും അവൾ ഇവിടെ വന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും ഓപ്പറേഷൻ എല്ലാ കാര്യങ്ങളും നിന്നു, എന്നിട്ട് മോളെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ എനിക്ക് ആശ്വാസം എന്ന് പറയുന്നത്. അന്നേരം ഗോപാലകൃഷ്ണൻ അന്തമില്ല, മോളെ കൊണ്ടുവന്ന് കാണിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതേ കൊണ്ടുവന്ന് കാണിച്ചു, പിന്നെ സന്തോഷത്തോടെ ഇരിക്കുന്നു, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ചിന്തിച്ചിരിക്കുകയാണ്. അന്നേരം അച്ഛൻ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ല ഇനി ഡോക്ടർ ഒന്ന് കാണട്ടെ, തുടർന്നുള്ള ചികിത്സ എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ചിന്തിക്കുകയാണ്, മോളെ കാണാനില്ല എന്ന് പറയുന്നു, മോളെ കൊണ്ടുവന്ന് കാണിച്ചു എന്ന് പറയുന്നു, ഈശ്വര എന്തൊക്കെയാണ് നടക്കുന്നതെന്നും പറഞ്ഞിട്ട് ആ വരാന്തയിലൂടെ ഇറങ്ങി വരുമ്പോൾ ഡോക്ടറെ കാണുന്നുണ്ട്. അന്നേരം എന്താ ശാരികയുടെ അവസ്ഥയെന്നൊക്കെ ഡോക്ടറോട് തിരക്കുകയാണ്. അന്നേരം കുഞ്ഞിനെ കാണാത്തതും കൂടി ആയപ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു, പിന്നെ കുഞ്ഞിനെ കാണിക്കുക എന്നുള്ളത് മാത്രമേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് കുഞ്ഞിനെ കാണാനില്ല, പിന്നെ എങ്ങനെ കുഞ്ഞിനെ കാണിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് ശാലിനിയുടെ ഒരു ബുദ്ധിയാണ്, സംഭവം ചീറ്റിംഗ് ആണെങ്കിലും നല്ല ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ട് മറ്റൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ശകലം ആശ്വാസമുണ്ട്, പക്ഷേ എത്രയും പെട്ടെന്ന് നിങ്ങൾ കുഞ്ഞിനെ കണ്ടെത്താൻ നോക്കുക, അതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഗോപാലകൃഷ്ണന് അകപ്പാടെ ദേഷ്യം വരികയാണ്. ശാലിനി ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നത്, ചതിയല്ലേ ഇവിടെ ചെയ്യുന്നത്, ഇവൾ ഇത്രയും ക്രൂരയാണോ, അവൾ സ്വന്തം കുഞ്ഞെന്ന് പറഞ്ഞ് മറ്റൊരു കുഞ്ഞിനെ, ചേച്ചിയുടെ മറ്റൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുന്നു, പിന്നെ ശാരദയുടെ വയറ്റിൽ തന്നെയാണ് ഇവൾ പിറന്നത്, കള്ളിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുകയാണ്. ഇതേസമയം ശിവനാണെങ്കിൽ ശാലിനിയും കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാരദയുടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു. അന്നേരം ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്, കുട്ടികൾ പറയിലിരിക്കുന്നുണ്ട്. അന്നേരം ശിവൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് പറയുന്നുണ്ട് സർക്കസിലെ കോമാളിയെ പോലെ ആകരുത് ശാലിനി, സ്വയം ദുഃഖിച്ചിട്ട് പിന്നെ ചിലപ്പോൾ സങ്കടം പുറത്ത് കാണിക്കില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി എന്ന് പറഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് കണ്ടാണ് സന്തോഷിക്കുന്നത്, ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം അത് ശാലിനിയുടെ വെറും തോന്നൽ മാത്രമാണ്, ശാലിനി മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്, അതിലൊരാളാണ്
കുട്ടികളാണ് ഞാനും, പിന്നെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മതി, ഒരുപാട് പേരുണ്ട്, നമുക്ക് അവരിലേക്ക് പറഞ്ഞ കാര്യങ്ങൾ എത്തിക്കാം, സമാധാനമായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾ സത്യം പപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് കാണിക്കുക, അന്നേരം പറയുന്നുള്ളത്. അന്നേരം ശിവനങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ അതിനെന്താ വാങ്ങിച്ചു തരാമല്ലോ എന്നിങ്ങനെ ശിവൻ പറയുകയാണ്. ശാലിനി ദേഷ്യപ്പെടുന്നുണ്ട്, വേണ്ട ഇപ്പോൾ ഐസ്ക്രീം ഒന്നും കുടിക്കണ്ട എന്ന് പറയുമ്പോൾ ശിവനങ്ങളല്ലേ മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സത്യം പറയുന്നുണ്ട്. അന്നേരം വേണ്ടെന്നല്ലേ പറഞ്ഞാൽ ശാലിനി ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, കുട്ടികളുടെ ആഗ്രഹമല്ലേ, അവർക്കിപ്പോൾ നമ്മളോടല്ലാതെ മറ്റാരോടാ പറയുക എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കടയിലേക്ക് വണ്ടി നിർത്താമെന്ന് പറഞ്ഞിട്ട് ശിവൻ കൊണ്ടൊന്ന് വണ്ടി നിർത്തുന്നുണ്ട്. ഇറങ്ങിക്കോ എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി ഇറങ്ങുകയാണ്. ശിവൻ അവരെയും കൂട്ടിക്കൊണ്ട് അവിടെ ആ ഒരു ഐസ്ക്രീം ഷോപ്പിലേക്കാണ് ഫ്രണ്ടിലിട്ടിരിക്കുന്ന ആ ഒരു ടേബിളിലേക്ക് പോയി ഇരിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഐസ്ക്രീം എന്ന് പറഞ്ഞ് 2 ഐസ്ക്രീം പറയുന്നുണ്ട്. അന്നേരം അമ്മ വരില്ലേ എന്നിങ്ങനെ ചോദിക്കുക. അമ്മ വരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ഐസ്ക്രീം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ കുട്ടികൾ കുടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അമ്മയോട് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ശാലിനി അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടാന്ന് പറയുക. കൂൾ ഡ്രിങ്ക്സോ ജ്യൂസോ എന്തെങ്കിലും മനസ്സൊന്ന് റിലാക്സ് ആവട്ടെ എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ടാന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഞാൻ എന്തായാലും 2 ലൈം പോവുകയാണ്, എനിക്കും ശാലിനിക്ക് കൂടി എന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് ഇങ്ങനെ ശാലിനി പറയുന്നതിന് മുമ്പ് ശിവനങ്ങ് പോയിട്ട് 2 ലൈം പറയുകയാണ്. എന്നിട്ടാണെങ്കിൽ അപ്പോൾ അമ്മ വന്നില്ലേ എന്നിങ്ങനെ പപ്പി ചോദിക്കുക. എന്നിട്ട് നമുക്ക് അമ്മയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് നല്ല ഐഡിയ എന്നിങ്ങനെ സത്യം പറയുന്നുണ്ട്. ലൈം വരുന്നുണ്ട്. എന്നിട്ട് ശിവനാണെങ്കിൽ ഒരെണ്ണം ശാലിനി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ശാലിനി അങ്ങ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് ശിവനാണെങ്കിൽ ശിവൻ്റെ ലൈം കൊണ്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ ചാരിന്ന് കുടിക്കുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ശാലിനി ശ്രദ്ധിക്കുന്നില്ല, പക്ഷേ ശിവനിങ്ങനെ ശാലിനി നോക്കുന്നുണ്ട് കുടിക്കോ ഇല്ലയോ എന്നുള്ളത്. ശാലിനി ഇങ്ങനെ ആകപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം കുട്ടികളിലൂടെ പറയുന്നുണ്ട്, ഒരു ഐസ്ക്രീം കൂടി വേണമെന്നിങ്ങനെ പറയാമെന്നിങ്ങനെ സത്യം പറയുമ്പോൾ ഒന്നല്ല 2 പറയാമെന്നിങ്ങനെ പപ്പി പറഞ്ഞ് അവർ ഐസ്ക്രീം കുടിക്കുന്നുണ്ട്. അവരോട് ലൈമും കുടിക്കുകയാണ്. അതിനുശേഷം സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ കമലിനാണെങ്കിൽ സത്യഭാമയോട് കാര്യങ്ങൾ പറയാനായിട്ട് ഓട്ടോയിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫാം അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം നിൽക്കട അവിടെ നിന്ന് ഇങ്ങനെ ഫാം പറയുകയാണ്. അന്നേരം ഞാൻ ആശാൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നീയും കൂടിയല്ലേ ചേർന്ന് എല്ലാം മറച്ചു വെച്ചില്ലേ, നീയും കൂടി ചേർന്ന് ചതിച്ചില്ലേ, നിന്നെ ഒരു അനിയനെ പോലെ അല്ലേ അവൻ കണ്ട്, എന്നിട്ട് നീ കൂടി ഇങ്ങനെ കാണിച്ചില്ലേ എന്ന് പറയുമ്പോൾ അത് അങ്ങനെയൊന്നും അല്ല, സത്യം അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എന്തങ്ങനെയല്ല, എന്നാലും എന്നോട് ഈ ചതി വേണമായിരുന്നോ, നിനക്ക് എന്തെല്ലാം തന്നു, അവൻ കൂടപ്പിറപ്പിൻ്റെ സ്ഥാനമല്ലേ തന്നതെന്നും പറഞ്ഞ് കുറേ ഭാമ കരഞ്ഞ് പറയുകയാണ്. എന്നിട്ട് നീ ഒരു കാലത്ത് എന്തൊക്കെ ചെയ്താലും നീ നന്നാവാനായിട്ട് പോണില്ല, നീ എന്തൊക്കെ വെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നീ ഗതി പിടിക്കുക, ഓടിക്കളന്ന് പുഴു അരിച്ച് ചാവും, നീ ഇത് പെറ്റമ്മയുടെ ഒരു മനെ സ്നേഹിച്ച ഒരു അമ്മയുടെ ശാപമാണ്, അത് വെറും ആളൊന്നുമല്ല, നിൻ്റെ തലയ്ക്ക് നേരെ വീഴുക തന്നെ ചെയ്യും, എല്ലാവരും കൂടി എന്നെ ചതിച്ചില്ലേ, നീയും കൂടി മറച്ചു വെച്ചില്ലേ എന്നൊക്കെ കുറേ പറഞ്ഞ് അങ്ങ് അതോരാതെ ഭാമയങ്ങ് പറയുകയാണ്. അന്നേരം കമലിനൊന്നും പറയാൻ സാധിക്കുന്നില്ല, കമലിനെ പറയാൻ സമ്മതിക്കുന്നില്ല. കമൽ എന്നെ അവസാനം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ശാലിനി ആണെങ്കിൽ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അവിടത്തേക്ക് വരുന്നത്, ഗോപാലകൃഷ്ണ വീട്ടിലേക്ക്. അന്നേരം എങ്ങോട്ടായി തള്ളി കയറി പോകുന്നത്, ഇവിടെ കയറാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം നീ കള്ളിയാണ്, ക്രൂരത ചെയ്യുന്നവളാണ്, ശാരിയുടെ മോൾ എവിടെയും ചോദിക്കുകയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, വിഷ്ണുവിൻ്റെ കാര്യം ഉൾപ്പെടെ, നീ എന്തിനാ എല്ലാവരിൽ നിന്ന് ഞങ്ങളിൽ നിന്നൊക്കെ അത് എന്തിനാ മറച്ചു വെച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ നോക്കി നിൽക്കുന്നുണ്ട്. ഒരു ഉത്തരവുമില്ലാതെ ശാലിനിയാണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ്. ശിവനും അടുത്തു നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നു. ഇത്രയും ആണ് അടുത്ത എപ്പിസോഡിലെ പ്രമോ. അതേപോലെ തന്നെ അടുത്ത എപ്പിസോഡിൽ പിന്നെ രേഷ്മയെ കൂട്ടിക്കൊണ്ട് വരും കമലിനാണെങ്കിൽ. അപ്പോൾ ഇനി രേഷ്മ പറയുന്നത് കേൾക്കാനായിട്ട് സത്യഭാമ കൂട്ടാക്കുമോ ഇല്ലയോ എന്നും കൂടിയാണ് അറിയേണ്ടത്. പിന്നീട് ശാലിനി ആ ബീച്ചിലേക്ക് കുട്ടികളെയും കൊണ്ട് പോകുന്നതൊക്കെയാണ്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ വരുമായിരിക്കും. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.